ബിസ്മില്ലാ അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നുള്ളത് ഷിയാക്കളിൽപ്പെട്ട ബറേൽവി ബിരുദമെടുത്ത അവരുടെ സ്ഥാപനങ്ങൾ, ബറേൽവി ഷിയ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത കേരളത്തിലെ AP സമസ്തയിലെ ഒരു പുരോഹിതന്റെ ഒരു പച്ചക്കള്ളമാണ് ഇന്ന് തുറന്നു കാണിക്കാൻ പോകുന്നത്. അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുള്ളത് സലഫി മദ്രസകളിൽ നബിദിന ആഘോഷം നടന്നു എന്നുള്ള രൂപത്തിലൊരു വീഡിയോ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഇദ്ദേഹമാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുള്ളത്. ഷിയാക്കളിൽപ്പെട്ട ബറേൽവി ബിരുദം എടുത്ത ഇദ്ദേഹത്തിന്റെ റസ്വി എന്നുള്ള ബിരുദം ബറേൽവികളിൽ നിന്ന് എടുക്കുന്ന, നോർത്ത് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന ബിരുദമാണ്. നെയ്മി ബിരുദം, അതേപോലെ തന്നെ മിസ്ബാഹി ബിരുദം, റസ്വി ബിരുദം ഒക്കെ ബറേൽവികളുടെ ബിരുദമാണ്. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റുക. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ. ഇതാണ്ടോ ആ വ്യാജമുടി അന്ന് കൊണ്ടുവന്ന് വ്യാജമുടി വെള്ളം കുടിച്ച് ഇദ്ദേഹത്തിന്റെ തലച്ചോറ് ഫ്രീസ് ആയതുകൊണ്ടാണ് ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ, പരലോക വിശ്വാസമില്ലാതെ പച്ചക്കള്ളങ്ങൾ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. ഈ മനുഷ്യന്റെ ഫോട്ടോ ആണ് ഇത്. എന്നിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, കാഞ്ഞങ്ങാട് സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി. അതിന്റെ ഫുൾ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വഹാബികൾക്ക് ധൈര്യമുണ്ടോ? അതേപോലെ തന്നെ ഇതാണ് അദ്ദേഹം പ്രചരിപ്പിച്ച വീഡിയോ. ഇത് ഒരു കള്ളം എത്ര പെട്ടെന്ന് പല ആളുകളിലേക്കും എത്തിപ്പെടുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഇദ്ദേഹം ഈ കാന്തപുരത്തിന്റെ ഭക്തനാണ്. ഈ കാന്തപുരം തന്നെ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാൻ. അമ്പി ബറേൽവിയെ, ഞാനും ബറേൽവിയാണ്. ये नया कोई अकीदा नहीं है। आलिम भी थे, आशिक भी थे, शायर भी थे, खातिब भी थे, मुसन्निफ भी थे, मुत्तकी भी थे, सब थे। इसलिए उनकी अकीदा पर चलने वालों को बरेली बोलता है। ये बरेली तो यहाँ इंग्लैंड से नहीं लाया, वो अमेरिका से नहीं लाया, दूसरा किसी से लाया हुआ मजहब नहीं है। हम भी बरेली है, हम भी बरेली है। അപ്പൊ ഈ കൂട്ടങ്ങൾ കണ്ടോ, 55,000 കൂടുതൽ ആളുകൾ ഈ വീഡിയോ കണ്ടു. 430 ആളുകൾ ഈ പച്ചക്കള്ളം ഷെയർ ചെയ്തു. എന്നാൽ ഇദ്ദേഹം പ്രചരിപ്പിച്ച സർഗവസന്തം എന്നുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും യൂട്യൂബിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ സർഗവസന്തം എന്നുള്ളത് ഒന്ന് ഇവിടെ പോവുക. സർഗവസന്തം വിഷ്ടം എന്നുള്ളതൊന്ന് ഇടുക. കണ്ടോ, ഇത് വിഷ്ടത്തിൻ്റെ ഒരു മദ്രസയിലുള്ള പ്രോഗ്രാമാണ് സർഗവസന്തം. ഇതാട്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ സർഗവസന്തമായി മദ്രസ കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ്. എല്ലാ വർഷവും നടന്നു വരുന്നുണ്ട്. ഈവൻ ഈ സംഭവം, ഈ സർഗവസന്തം എന്നുള്ളത് കൊറോണൻ്റെ സമയത്ത് പോലും റൂമിലൂടെ ഇത് നടന്നിരുന്നു. ഈ സർഗവസന്തം നടന്നിരുന്നു കൊറോണ സമയത്ത്. എന്നാൽ നബിദിനം എന്നുള്ള ഈ പരിപാടി കൊറോണ സമയത്ത് ഇവർ മാറ്റി വെച്ചിരുന്നു. പ്രവാചകനോടുള്ള സ്നേഹമൊക്കെ ഇവർ മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചിരുന്നു, ഈ ഷിയാക്കളുണ്ടല്ലോ. കാരണം ഈ നബിദിനം എന്നുള്ളൊരു ആചാരം തുടങ്ങിയത് ഷിയാക്കളാണ്, റാഫിദികൾ. അവരുടെയാണ് ഇവരുടെ മുൻഗാമികൾ. 362 ഫാത്തിമിയ ഭരണകൂടം തുടങ്ങിയത് മുളഫർ രാജാവ് ഷിയാക്കളിൽപ്പെട്ട ഉബൈദികൾ തുടങ്ങിയ സംഭവമാണ്. ഇനി നമുക്ക് ബറേൽവികൾ ആരാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവർക്ക് ബിരുദം കൊടുത്തിട്ടുള്ള ബറേൽവികളാണ്. കാരണം ബറേൽവിസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബറേൽവികളെ കണ്ടോ, ഇത് ബറേൽവികൾ ആരാണെന്നുള്ളത് ഉള്ള തെളിവുകൾ. അവർ ഖബർ പൂജക്കാരാണ്. യഥാർത്ഥത്തിൽ ഖബർ ആരാധകരായിട്ടുള്ള, ഖബറിന് സുജൂദ് ചെയ്യുന്ന ചില വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. मोरी वाला पीर सोना चिट्टे रंग दा बदाम हो सी जूदिया भी तेरी मोया मिट्टी भी दलाल हो से। नाराए तकबीर, नाराए रिसालत, नाराए हैदरी, राजा दे नारे, कयूम दे नारे, बाब दे नारे, मासूम दे नारे। ഈ അഹമ്മദ് റിള ഖാൻ ബറേൽവി, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ ഷിയാക്കളിൽപ്പെട്ട ബറേൽവി ഇദ്ദേഹത്തിൻ്റെ പറ്റിയിട്ടുള്ള ഫാറൂഖ് നെയ്മി അദ്ദേഹത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല. അതുപോലെ ഒരുപാട് ഫാറൂഖ് നെയ്മി ആ ബിരുദമായതുകൊണ്ട് ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും. റിള ഖാൻ ബറേൽവിയെ വർണ്ണിച്ചുകൊണ്ടുള്ള മലയാളത്തിലേക്ക് അതിനെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗാന്ധിജിയെ പോലും അപമാനിച്ച സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ഒക്കെ ഫത്വകൾ കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ഷൂണക്കിയായിരുന്നു ഈ റിള ഖാൻ ബറേൽവി. ഈ റിള ഖാൻ ബറേൽവിയെ റസാഖാൻ ബറേൽവിയെ കുറിച്ചുള്ള
പഠനത്തിനാണ് അബ്ദുൽ നസീർ ഈ നമ്മുടെ ഹക്കീം ഹസരിക്ക് ഇത് കിട്ടിയിട്ടുള്ളത്, ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറേറ്റ് ബിരുദം പോലും ഈ മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തിനാണ് ആര് എടുത്തിട്ടുള്ളത്? നമ്മുടെ ഹക്കീം ഹസരി, കാന്തപുരത്തിൻ്റെ മകൻ. അപ്പോൾ കാന്തപുരം പറയുന്നുണ്ട് ഞങ്ങൾ ബറേൽവികളാണെന്ന്. എന്നാൽ പേരോടും കൂട്ടരും ഈ വിഷയത്തിൽ എതിരാണ്. പേരോട് പലപ്പോഴും ഇപ്പോൾ നൗഷാദ് ഹുസൈനും ഇവരൊക്കെ ബറേൽവിസം കേരളത്തിലേക്ക് കടത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ്. എന്നാൽ പേരോട് അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ ഈ വിഷയത്തിൽ എതിരാണ്. കാരണം അതുകൊണ്ടാണ് പേരോടും നൗഷാദും നിരന്തരമായി കൊമ്പ് കോർക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മുദബ്ബിർ ആലം എന്നുള്ള വിഷയത്തിൽ, ലോകത്തിനെ തദ്ബീർ ചെയ്യുക എന്നുള്ള വിഷയത്തിൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്നാണ് പേരോടിൻ്റെ വാദം. കാന്തപുരത്തിൻ്റെ വാദം ബറേൽവിസത്തിൻ്റെ വാദമാണ്. കാന്തപുരത്തിൻ്റെ വാദം ഔലിയാക്കന്മാരാണ് അത് നിയന്ത്രിക്കുന്നത്, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നുള്ളതെന്നാണ്. ഇപ്പോൾ ബറേൽവികളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, അവരെക്കുറിച്ചിട്ടുള്ള കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താണ്. ഇവിടെ ഹൗലുസുന്ന എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടോ, hawlusunnahind.com എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ അദുർശേരിയുടെ ഒരു ബ്ലോഗ് ഉണ്ട്. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൃത്യമായി അഹമ്മദ് റിള ഖാൻ ബറേൽവിയെ കുറിച്ചിട്ടുള്ള പരിപൂർണ രൂപത്തിലുള്ള വിശദീകരണങ്ങളും അതിൻ്റെ തെളിവുകളും അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ നിങ്ങൾക്ക് എന്ത് പറ്റും കാണാൻ പറ്റും കേട്ടോ. ഇത് വ്യക്തമായി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠന വിധേയമാക്കാൻ പറ്റും. ഈ ഷിയായിസമാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. ആ ഷിയായിസത്തെ എതിർക്കുന്നത് കൊണ്ടാണ് ഇവർ പലപ്പോഴും പച്ചക്കള്ളങ്ങൾ ഇതുപോലുള്ള മുജാഹിദുകൾക്കെതിരെ, സലഫികൾക്കെതിരെ ഇവർ പച്ച ദുരാരോപണങ്ങൾ, വാസ്തവവിരുദ്ധമായിട്ടുള്ള കള്ളങ്ങൾ, പരലോകത്ത് ഭയമില്ലാത്ത ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നുള്ളത്. സത്യം മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.